ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇന്നത്തെ നമ്മളുടെ യാത്ര പഴനിമലയിലോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് നമ്മളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുതിരാനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് പഴനിയിൽ പോകാനായിട്ട് മെയിൻ അജണ്ട എന്ന് വെച്ചാൽ കല്ലൂന് മുട്ട മേടിക്കണം. 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങളുടെയും തല മുട്ട മേടിക്കുമല്ലോ. കല്ലൂന് ഇപ്പോൾ 2 വയസ്സായി, ഇതുവരെ മുട്ട അടിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു പഴനിയിലൊന്ന് കൊണ്ടുപോയിട്ട് മുട്ട അടിക്കാം, നല്ല മുടി വരട്ടെ എന്ന്. പോകുന്ന വഴി നല്ല കിട്ടിലും ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, കോടയൊക്കെ ആയിട്ട് നമ്മളേതോ മൂന്നാർ കൊടൈക്കനാൽ ആ ഒരു റൂട്ട് പോകുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു പഴനിമലയിലും ചൂടൊന്നും ഉണ്ടാവില്ല, നല്ല ചൂടുള്ള സമയത്താണല്ലോ നമ്മളുടെ ഈ യാത്ര. അങ്ങനെ പോയി നമ്മൾ പഴനി എത്താറായ സമയത്ത് ഒരു ചെറിയ സ്റ്റോപ്പ് ഇട്ടു കേട്ടോ. ചാരിച്ചേട്ടൻ്റെ വണ്ടി EV ആണ്. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പിൽ നിർത്തി. അവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ ഇരുന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു, കൈ കഴുകാൻ വാഷ് ബേസിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല യാത്രയിലോട്ട് കടന്നു. കിട്ടിലും വ്യൂ ആയിരുന്നു കേട്ടോ ഈ യാത്രയിൽ. പോകുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഈ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെറിയ ടെമ്പോടെ പിന്നിലും ഇങ്ങനെ നിറച്ച ആൾക്കാരിരുന്ന് നല്ല ആസ്വദിച്ചിട്ടുള്ളൊരു ഡ്രൈവ്. കിട്ടില്ല വൈബായിരുന്നു അത് കാണാനായിട്ട്. അവരും നല്ല എൻജോയ് ചെയ്തിട്ടാട്ടോ പോകുന്നത്. കല്ലു മുടി വെട്ടാൻ പോവാണോ? വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൗജന്യ മുടി മുണ്ടന കേന്ദ്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ അവിടെ ചെന്നു മുടി വെട്ടാമെന്ന് വിചാരിച്ചു. കല്ലൂൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛനുമാണ് മുട്ട അടിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവിടെ നിന്നൊരു റെസീറ്റ് എടുക്കണം, പേരെഴുതിയിട്ട്. അപ്പം നമ്മുടെ പേരെഴുതി റെസീറ്റ് എടുക്കുമ്പോൾ അവർ നമുക്കൊരു ബ്ലേഡും കൂടെ തരും. അതും കൊണ്ടുവേണം നമ്മളിത് മുടി വെട്ടാൻ പോവാൻ. ആ സംഭവമാണ് കേട്ടോ ചാർച്ചൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം അച്ഛൻ മുടി വെട്ടാനിരുന്നു. കല്ലൂന് ആദ്യം തന്നെ ഇരുത്തണ്ട, സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ട് അവൾ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ വാശി പിടിക്കില്ല. എന്നാലും അവൾ വാശി പിടിക്കും എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മുടിയുള്ളതല്ലേ, അവൾക്ക് ഇപ്പോൾ കുറച്ച് സൗന്ദര്യബോധമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മുടി വെട്ടിക്കുമ്പോൾ കരയും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പാവം കരഞ്ഞേയില്ല. അവൾ 2 കൈയും കൂപ്പി കണ്ണടച്ചിരുന്നു. നിങ്ങൾ വിചാരിക്കും അവൾ ഉറങ്ങാന്ന്, പക്ഷെ അവൾ ഉറങ്ങല്ല കേട്ടോ. അവൾ 2 കൈയും കൂപ്പി കണ്ണടച്ചിരിക്കുകയായിരുന്നു. എവിടേക്ക് തിരിച്ചിരുത്തുമ്പോഴും അവൾ ഒരു വാശിയും പിടിച്ചില്ല കേട്ടോ. അവിടെ വേറെ കുട്ടികളൊക്കെ കാർട്ടൂൺ കണ്ടാണ് ഇരുന്നിരുന്നത്, പിന്നെ കരയുന്നുണ്ടായിരുന്നു. ഇത് പാവം ഒരു വാശിയും പിടിച്ചില്ല. പക്ഷെ നല്ല സങ്കടമായി പാവത്തിന് മുടി മൊത്തം പോയി കഴിഞ്ഞപ്പോൾ കേട്ടോ. മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ഒന്ന് ജസ്റ്റ് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നീറ്റാണ് അവിടെ, ഒരു വൃത്തികേടൊന്നും പറയത്തൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന് എല്ലാവരും അവർ തലയിൽ ചന്ദനം പുരട്ടുകയാണ്. ചന്ദനം പുരട്ടുമ്പോൾ ഒരു പ്രത്യേക തണുപ്പൊക്കെയാണല്ലോ.
കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഴനിയിലോട്ട് പോകുന്നത് കേട്ടോ. പണ്ടൊക്കെ പോയപ്പോൾ ഇങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് മാറ്റമായി പഴനിയിൽ. ഇപ്പോൾ ഫോണൊന്നും ഉള്ളിലോട്ട് കയറ്റാനായിട്ട് പാടില്ല. ഇതുപോലെയുള്ള സേഫ് ലോക്കേഴ്സിൽ നമ്മൾ ഫോണൊക്കെ വെക്കണം. അത് നമ്മൾ സേഫായിട്ട് തന്നെ അവർ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുമാതിരി കച്ചവടം പോലെയായിരുന്നു. കുറേ ആൾക്കാർ നമ്മൾ ടോർച്ചർ ചെയ്യാൻ നിൽക്കുന്നത് പോലെയാണ്. നമ്മളെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ കമ്പൽസറി ആയിട്ട് ഇന്ന സാധനങ്ങൾ ചെയ്യണം, കാവടി എടുക്കണം, പാൽക്കട എടുക്കണം, ഇങ്ങനെ നമ്മളെ തൊന്തരവുപെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അവിടെ ഒന്നും ആരുമില്ല ഇങ്ങനെ കച്ചവടം പിടിക്കാൻ വേണ്ടി നടക്കുന്ന പോലെ ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരിക്കുക. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ പഴനിയിലെ നമ്മൾ മല കയറിയതും ഇറങ്ങിയതും തൊഴുതതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേലെ കയറിയ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം നമ്മൾ ഫോൺ കൊണ്ടുപോകാത്തതുകൊണ്ട്. മല കയറി ഇറങ്ങി നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളിത് ഇതുപോലെയുള്ള ചെറിയ വണ്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരുപാട് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഫ്രീ സർവീസാണ്. നമുക്ക് ആ വണ്ടിയിൽ കയറിയിട്ട് അവർ നമ്മൾ എവിടെയാണോ കയറിയത് ആ സ്ഥലം പറയുമ്പോൾ അവർ നമ്മളവിടെ ഇറക്കിത്തരും. നമ്മൾ കാർ പാർക്ക് ചെയ്ത് അമ്പലത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ഷീണമൊന്നും ഇല്ലെങ്കിലും മല കയറി ഇറങ്ങി തിരിച്ച് പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടും. ആ സമയത്ത് ഇതുപോലുള്ള വണ്ടികൾ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉച്ചക്കൽക്കും ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതവിടെ നിർത്തി കഴിച്ചു കേട്ടോ. പായൊക്കെ ഇട്ട് പാത്രമൊക്കെ എടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്തോ നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്നതിലും ടേസ്റ്റാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പുറത്ത് പോയിട്ടിരുന്ന് കഴിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിരുന്നു, ലഞ്ചും കൊണ്ടുപോയിരുന്നു. കാരണം നമ്മൾ പുറത്ത് ഇവിടെ പേരൻസ് എല്ലാവരുമായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും പുറത്തത്തെ ഫുഡ് അത്രയും പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് എടുത്തത്. പിന്നെ ഇതും ഒരു വേറെ വൈബാണ്. അങ്ങനെ ഈ ട്രിപ്പ് ഇവിടെ തീരുന്നില്ല കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.